Hello, welcome to Anoop Tube. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഉബുണ്ടുവിൽ പൈത്തണും ആൻഡ് പൈച്ചാം നമുക്ക് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടോ, അതായത് പൈച്ചാം ഓൾറെഡി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇതാണ് നമ്മൾ ഓൾറെഡി സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പൈത്തൺ നമ്മുടെ ഉബുണ്ടുവിൽ ഇൻസ്റ്റാൾ ചെയ്യുക ആൻഡ് നമ്മൾ ഈ പൈച്ചാം എങ്ങനെ നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഓക്കെ, പൈച്ചാം നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെ കോൺഫിഗർ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി പൈത്തൺ ഇൻസ്റ്റാൾഡ് ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ഉണ്ടെങ്കിൽ നമുക്ക് ആ പൈത്തൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് പുതുതായിട്ട് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഉബുണ്ടുവിലാണെങ്കിൽ നമ്മൾ ടെർമിനൽ എടുക്കാൻ വേണ്ടിയിട്ട് ആൾട്ട് കൺട്രോൾ T അടിച്ചാൽ മതി. ഓക്കെ, ടെർമിനൽ കിട്ടും. ടെർമിനൽ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പൈത്തണ്ണോ അല്ലെങ്കിൽ പൈത്തൺ 3 എന്ന് അടിക്കുക. അപ്പോൾ പൈത്തൺ അടിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ലേറ്റസ്റ്റ് വിൻഡോസ് ഉബുണ്ടുവിലാണെങ്കിൽ നമുക്ക് പൈത്തൺ കിട്ടില്ല, പൈത്തൺ ചിലപ്പോൾ കിട്ടില്ല. നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം, പൈത്തൺ 3 എന്ന് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി പൈത്തൺ 3 അവൈലബിൾ ആണ്, അതായത് പൈത്തൺ 3 എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ക്വിറ്റ് ചെയ്യാണ്. അപ്പോൾ പൈത്തൺ ഇൻസ്റ്റാൾഡ് ആണോ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈത്തൺ 3 എന്നോ അല്ലെങ്കിൽ പൈത്തൺ എന്ന് വെച്ചുള്ള കമാൻഡോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണോ അല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ ലാപ്ടോപ്പിൽ പൈത്തൺ ഓൾറെഡി ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉബുണ്ടുവിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, പൈത്തൺ 3 ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പൈത്തൺ 3 ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്ഡേറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, നമ്മുടെ ക്യാഷിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ sudo apt get update എന്ന് പറഞ്ഞിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇവിടെ പാസ്വേഡ് കൊടുക്കുക, അത് എൻ്റർ ചെയ്യാൻ നമുക്ക് നമ്മുടെ ക്യാഷ് ഒന്ന് അപ്ഡേറ്റ് ആവും. ക്യാഷ് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ എന്ത് ചെയ്യാൻ പറ്റും, പൈത്തൺ 3 ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ sudo apt get install python 3 എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് എനിക്ക് ഓൾറെഡി ഇൻസ്റ്റാൾഡ് എന്ന് എഴുതി കാണിച്ചു. നിങ്ങൾക്ക് ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇൻസ്റ്റാളേഷൻ്റെ പ്രൊസീജിയർ എല്ലാം ഞാൻ ഓൾറെഡി എൻ്റെ anooptube.in എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ, അതിനകത്താണ് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ എല്ലാ നോട്ട്സ് എല്ലാം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ട്സ് അപ്ലോഡ് ചെയ്യാനുള്ളത് anooptube.in എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോഗിങ് സൈറ്റിലാണ്. അപ്പോൾ അതിൽ പോയി നിങ്ങൾ ജസ്റ്റ് anooptube.in അടിച്ചിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് വരും. ഓക്കെ, ആ വെബ്സൈറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ് ഇൻസ്റ്റാൾ പൈത്തൺ 3 ഓൺ ഉബുണ്ടു ആൻഡ് പൈച്ചാം കമ്മ്യൂണിറ്റി എഡിഷൻ എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്നതാണ് sudo apt get update ആൻഡ് sudo apt install python 3. ഓക്കെ, ആൻഡ് പൈത്തൺ 3 വേർഷൻ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പൈത്തൺ 3 മൈനസ് വേർഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈത്തൻ്റെ കറൻറ്റിലുള്ള വേർഷൻ നമുക്ക് കാണാൻ പറ്റും. പൈത്തൺ 3.10 ആണ് ഞാൻ ഓൾറെഡി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതാണ് പിപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഓൾറെഡി ഞാൻ പിപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിപ്പിൻ്റെ ഇൻസ്റ്റാളേഷൻ കമാൻഡ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. sudo apt get install python 3 pip എന്ന് പറഞ്ഞിട്ട് സാധനം കാണാൻ പറ്റും. ഓക്കെ, ആ സംഭവം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിപ്പും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പിപ്പ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പാക്കേജസും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പൈത്തണിലെ കുറേ പാക്കേജസ് നമുക്ക് അവൈലബിൾ ആണ്. ആ പാക്കേജൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് പിപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫ്യൂച്ചറിലുള്ള വീഡിയോസിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈത്തണിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് പൈച്ചാം നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, നമ്മൾ ഓൾറെഡി ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് പൈച്ചാമിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ പോകണം. ഓക്കെ, അപ്പോൾ ഒഫീഷ്യലിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇതിൻ്റെ ലിങ്കിലോട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിപ്പ് ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആയി കിട്ടും. ഓക്കെ, അപ്പോൾ സിപ്പ് ഫയൽ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈച്ചാം കമ്മ്യൂണിറ്റി വേർഷൻ കമ്മ്യൂണിറ്റി 2023.33 എന്ന് പറഞ്ഞുള്ള tar.jset ഫയൽ നമുക്കതിൽ കാണാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഫയൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പൈച്ചാം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സംഭവം കാണാൻ പറ്റും. ഈ സംഭവത്തിന് ജസ്റ്റ് ഒന്ന് ഈ ഫോൾഡറിനെ മൊത്തം ഒന്ന് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക, ഹോമിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഹോം ഫോൾഡറിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇതേ സംഭവം തന്നെയാണ് ഞങ്ങൾക്ക് ഈ ലിങ്കിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെർമിനലെടുത്തതിന് ശേഷം അപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പൈച്ചാമിൻ്റെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഫോൾഡർ നിങ്ങൾ ഓൾറെഡി ഹോം ഫോൾഡറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതിലോട്ട്
അതിലോട്ട് മൂവ് ചെയ്യുക, അതിലോട്ട് പോവുക. ഓക്കെ, അപ്പോൾ CD പൈച്ചാം ഓക്കെ എന്ന് എഴുതുക. അതിനുശേഷം CD ബിൻ അടിക്കുക. ഓക്കെ, അതിനുശേഷം LS അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ pycham.sh എന്ന് പറഞ്ഞ ഫയൽ കാണാൻ പറ്റും. ഓക്കെ, അതിനൊന്ന് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ .pycham.sh എന്നടിച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം വരും. ജെറ്റ് ബ്രെയിനിൻ്റെ കമ്മ്യൂണിറ്റി എഡിഷൻ എന്ന് പറയുന്ന സംഭവം വരും. അപ്പോൾ അത് കൺഫേം ചെയ്യുക, കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാനുള്ള ഇനീഷ്യൽ സെറ്റപ്പിന് വരും. ഓക്കെ, അത്രയും ചെയ്യുക. ഓക്കെ, ഇതിനുശേഷം നിങ്ങൾക്ക് ഇത്രയും സംഭവം ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കായി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ന്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ന്യൂ പ്രോജക്റ്റ് എടുക്കുക. അപ്പോൾ പൈത്തൺ പ്രോജക്റ്റ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ലൊക്കേഷൻ എൻ്റെ ഹോം ഫോൾഡറിലുള്ള പൈച്ചാം പ്രോജക്റ്റിനകത്താണ്. ഓക്കെ, പൈത്തൺ പ്രോജക്റ്റ് ഇപ്പോൾ ഡെമോ അല്ലെങ്കിൽ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഓക്കെ, അതിനുശേഷം ക്രിയേറ്റ് എ main.py വെൽക്കം സ്ക്രിപ്റ്റ് എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, അതിനുശേഷം പൈത്തൺ env ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പൈത്തൺ ആണ് കേട്ടോ. ഓക്കെ, ഓൾറെഡി നമ്മുടെ സെറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് എന്ന് കൊടുക്കുക. ക്രിയേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സാധനം നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് വരും. ഓക്കെ, ഇങ്ങനെ ഒരു വിൻഡോ ലോഡിംഗ് ആയിട്ട് കാണിക്കും. ഇത്രയും കാര്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആയിട്ടുള്ള നമുക്ക് സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഹലോ വേൾഡ് വേർഷൻ ഈ സംഭവങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഈ ജെറ്റ് ബ്രെയിനിൻ്റെ IDs എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മൾ താഴത്ത് കൂടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ എന്തെങ്കിലും ലോഡിങ് ആണോ നോക്കുക. അപ്പോൾ എല്ലാം നമുക്ക് ലോഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ശേഷം ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുക. അപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ പൈച്ചാം എന്ന് പറഞ്ഞിട്ട് സാധനം വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് റൺ ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്നും എല്ലാം കമൻറ്റ് ഔട്ട് ചെയ്യാണ്, എല്ലാം ഡിലീറ്റ് ചെയ്തു കേട്ടോ. അതിനുശേഷം മെയിൻ അടിച്ചു. അതിനുശേഷം പ്രിൻറ്റ് ഹലോ വേൾഡ് എന്നിട്ട് ഞാൻ സേവ് ചെയ്തു. അതിനുശേഷം റൺ ചെയ്തു. അപ്പോൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പൈച്ചാമിൻ്റെ ID നമ്മൾ സെറ്റപ്പ് ചെയ്തെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഉള്ളതാണ് നമുക്ക് ഡെസ്ക്ടോപ്പ് എൻട്രി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മെയിൻ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടൂൾസിൽ പോവുക. അതിനുശേഷം ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് എൻട്രി എന്ന് പറയുന്ന സംഭവമുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് ദി എൻട്രി ഫോർ ഓൾ യൂസേഴ്സ് ആണ് നോക്കുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സുഡോ പാസ്വേഡ് വയ്ക്കും, അത് കൊടുക്കുക. ഓക്കെ, എൻട്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡെസ്ക്ടോപ്പ് എൻട്രി ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡെസ്ക്ടോപ്പ് എൻട്രി നമുക്ക് ക്രിയേറ്റ് ആയിട്ട് തരും. അപ്പോൾ ഡെസ്ക്ടോപ്പ് എൻട്രി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഈ ആപ്ലിക്കേഷൻസിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോ ആപ്ലിക്കേഷൻസിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്ക്ടോപ്പ് എൻട്രി കിട്ടും. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പൈത്തണും പൈച്ചാമും നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ID യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള പ്രോഗ്രാംസ് ഏത് പ്രോജക്ട്സ് വേണമെന്ന് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഓൾറെഡി പൈത്തൺ IDയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐഡിയയാണ് നമ്മുടെ പൈച്ചാം എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ഗോ ത്രൂ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നമ്മൾ വരുന്ന വീഡിയോസിൽ ഇതിൻ്റെ പൈത്തൻ്റെ അടുത്ത ടോപ്പിക്സും കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.